ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇന്നിവിടെ ഹിപ്പി നൂഡിൽസിൻ്റെ ഒരു നല്ലൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഹിപ്പി നൂഡിൽസ് തന്നെ എടുക്കണമെന്നില്ല കേട്ടോ. ഞാനിവിടെ ഹിപ്പി നൂഡിൽസ് എടുത്തതേ ഉള്ളൂ. ഓർഡിനറി നൂഡിൽസ് എടുത്താലും മതി. 2 ക്യാപ്സിക്കം ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. കുറച്ച് ക്യാരറ്റ് ഞാൻ അത് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ ഞാൻ വലിയ ഉള്ളിയാണ് ഒനിയൻ, അത് കുറച്ച് എടുത്തിട്ടുണ്ട്. 4 എഗ്ഗ് എടുത്തിട്ടുണ്ട്. കുറച്ച് ബീൻസ് എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം ഞാൻ എഗ്ഗ് ഒന്ന് പൊട്ടിക്കുന്നുണ്ട്. ഇത് ബോയിൽ ചെയ്യാനാണ്, അതായത് പൊരിച്ചെടുക്കാൻ വേണ്ടി, ഫ്രൈ ചെയ്യാൻ. അപ്പോൾ ആവശ്യത്തിനുള്ള സാൾട്ട് ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് പെപ്പർ പൗഡർ, കുരുമുളകിൻ്റെ പൗഡറും അത് ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊന്ന് നമുക്ക് പൊരിച്ചെടുക്കണം കേട്ടോ. ഇതിലേക്കാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മളിത് ഒഴിച്ചെടുത്തിട്ട് ഒന്നൊന്ന് പൊരിച്ചെടുക്കണം, ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഇവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള മിക്സഡ് വെജിറ്റബിൾസ് ഇല്ലേ, അതൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഓക്കെ, എന്നാൽ അപ്പോൾ നേരത്തെ ആക്കി വെച്ച അതിൽ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ വെജിറ്റബിൾസൊക്കെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. നേരത്തെ എടുത്ത് വെച്ചാൽ ഇതൊന്ന് കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആവശ്യത്തിന് സോൾട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. നന്നായി വാട്ടിയെടുത്താൽ മതി. വേവിച്ചെന്ന് മീൻസ് വാട്ടിയെടുക്കുക. അങ്ങനെ കുറച്ച് ഓയിൽ ഒഴിച്ചുകൊണ്ട് അപ്പോൾ കുറച്ച് നന്നായിട്ട് വേഗം വാടി കിട്ടും. അപ്പോൾ ഇത് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഒനിയൻ്റെ ഇതില്ലേ, ഒനിയൻ ചോപ്സ്, അത് ഈ ഇതിൽ തന്നെ നമുക്ക് ഇത് എടുത്തു വെച്ചതിന് ശേഷം ഒരു ബൗളിലേക്ക് അതും ഇതേപോലെ നന്നായിട്ട് വാട്ടിയെടുക്കണം കേട്ടോ. ഇത് നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് മാറ്റി വെക്കാം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഒനിയൻ്റെ ചോപ്സ് ചെയ്തത് ഇതിലേക്ക് ഇട്ടെടുത്ത് ഇതൊന്ന് നന്നായിട്ട് വാട്ടിയെടുക്കുക. കുറച്ച് സാൾട്ട് ഇതിലേക്ക് ആഡ് ചെയ്യണേ, വളരെ കുറച്ച് മതി. എന്നാൽ വേഗം അത് വാടി കിട്ടും, അതിന് വേണ്ടി. ഓക്കെ. അപ്പോൾ ഈ ഒനിയൻ നന്നായിട്ട് വാടിയിട്ടുണ്ട്. അത് നമുക്ക് ഈ വാങ്ങി വെക്കാം ഒരു ബൗളിലേക്ക്. ഇനി അടുത്തത് ഹിപ്പി നൂഡിൽസിൻ്റെ തയ്യാറാക്കുന്ന ഇതാണ്. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് വാട്ടർ നമുക്ക് ഒന്ന് ബോയിൽ ചെയ്തിട്ട് അതിലേക്ക് ഈ ഹിപ്പി നൂഡിൽസ് അതിൻ്റെ മിക്സ് മസാലയും കൂടി ഇട്ട് കൊടുക്കണേ. അപ്പോൾ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് ഈ നൂഡിൽസ് വേവാൻ ആവശ്യമുള്ള വാട്ടർ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് ഉള്ള മിക്സ് ഉണ്ടല്ലോ, ഈ നൂഡിൽസിലുള്ള മസാല മിക്സ്, അത് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഫുൾ കവറ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കണം. ഒന്ന് വെള്ളം ബോയിൽ ചെയ്തതിൻ്റെ ശേഷം മാത്രമാണ് ഈ മസാല മിക്സ് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ആ ഫുൾ കവറും ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ നൂഡിൽസ് ഉണ്ടല്ലോ അത് ഇതിലിടുക. ആ ഫുൾ നൂഡിൽസ് ഇതിലിട്ട് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് ശരിക്കുള്ള ആ ഒരു പാകത്തിനുള്ള നൂഡിൽസിൻ്റെ പരുവാകുമ്പോൾ അതുപോലെ വെയിറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇത് ഇവിടെ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഈ എഗ്ഗ് പിന്നെ വെജിറ്റബിൾസ് ഒക്കെ വേവിച്ചതെല്ലാം ഉണ്ടല്ലോ, അതെല്ലാം കൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു അടിപൊളി നൂഡിൽസാണ്. അപ്പോൾ എല്ലാവരും ഇത് നിങ്ങൾ ട്രൈ ചെയ്യണം. ഇത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ സ്പെഷ്യലായിട്ട് കമൻറ്റ് ബോക്സിൽ പറയണേ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഒരു അടിപൊളി നൂഡിൽസാണിത്. ഇതെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഷുവറായിട്ടും ട്രൈ ചെയ്യണം. അപ്പം നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. ഓക്കെ, താങ്ക് യു.